സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രഖ്യാപിച്ച പണിമുടക്കുമായി ബന്ധപ്പെട്ട് അധ്യാപക സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സർക്കാർ ജീവനക്കാരും അധ്യാപകരും പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക പണിമുടക്കിനോടനുബന്ധിച്ച് കോതമംഗലം മേഖലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. പൊതുജനങ്ങൾ നേരിട്ടെത്തുന്ന റവന്യൂ വകുപ്പിലെ ഓഫീസുകളുടെ പ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമായും നിശ്ചലമായിരുന്നു. ജീവനക്കാരുടെ പണിമുടക്ക് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിന് സാരമായി ബാധിച്ചു എന്നാണ് വിലയിരുത്തൽ. റവന്യൂ, കൃഷി, മൃഗസംരക്ഷണം, പൊതുവിതരണം, ലീഗൽ മെട്രോളജി, ക്ഷീരവികസനം തുടങ്ങിയ വകുപ്പുകളുടെ കീഴിലുള്ള ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. താലൂക്കിലെ 13 വില്ലേജ് ഓഫീസർമാരും പണിമുടക്കിൽ പങ്കെടുത്തു. കോതമംഗലത്ത് ഭൂമി പതിവ് ഓഫീസ്, LR തഹസിൽദാർ ഓഫീസ്, താലൂക്ക് സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവ അടഞ്ഞുകിടന്നു. മൃഗസംരക്ഷണ വകുപ്പ്, കൃഷി വകുപ്പ് എന്നിവയുടെ കീഴിൽ വരുന്ന 11 വീതം ഓഫീസുകളുടെയും പ്രവർത്തനം നിശ്ചലമായി. ഇതര വകുപ്പുകളിൽ ജോലി ചെയ്യാൻ എത്തിയ ജീവനക്കാരുടെ ഹാജർ നിലയും വളരെ കുറവായിരുന്നു. ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ നടന്ന സമര ആഹ്വാനത്തോട് സിവിൽ സർവീസിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും അനുകൂലമായാണ് പ്രതികരിച്ചത്. പണിമുടക്കുമായി ബന്ധപ്പെട്ട് അധ്യാപക സർവീസ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ബുധനാഴ്ച രാവിലെ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം ജോയിന്റ് കൗൺസിലർ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ ഉദ്ഘാടനം ചെയ്തു. അന്നുണ്ടായിരുന്ന CPM-ന്റെയും CPI-യുടെയും എല്ലാം പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ആ പണിമുടക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ സമരപന്തലുകൾ വന്നിട്ടുണ്ട്. ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആഗോള നവലിബറൽ നയങ്ങൾക്കനുസൃതമായിട്ട് രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള പദ്ധതിയാണ് എന്നും ഇത് തൊഴിലാളികൾക്ക് താല്പര്യം സംരക്ഷിക്കുന്നതിന് ഉതകുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പ്രക്ഷോഭങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയ ഇടതുപക്ഷ നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും 2016 പ്രകടനപത്രിക കൊണ്ടുവന്നപ്പോൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്നുള്ള ആ വാഗ്ദാനം നൽകിയപ്പോൾ സർക്കാർ ജീവനക്കാർ സ്വാഭാവികമായിട്ടും അതിൽ വിശ്വാസമർപ്പിച്ചു. അത് പിൻവലിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷ സർവീസ് സംഘടനകൾ മുമ്പോട്ട് പോയത്. 2016 ആ സർക്കാർ അധികാരത്തിൽ വരുന്ന LDF സർക്കാർ പുനഃപരിശോധന നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനം നടക്കാതെ വന്നപ്പോഴാണ് ജോയിന്റ് കൗൺസിലും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന സർക്കാരിന്റെ വാഗ്ദാനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് ബോസ് മത്തായി ആമുഖ പ്രഭാഷണം നടത്തി. സമരസമിതി നേതാക്കളായ TK സുരേന്ദ്രൻ, MR അശോകൻ, VK ചിത്ര, EP സാജു, അബ്ദുൾ റസാഖ് VP, സുബൈർ PJ, നിഷ ദേവദാസ്, ഉമ്മർ, സണ്ണി, രതീശൻ, ഐഷ M എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.